കാര്യം ആളുകൾ സ്വർണം വാങ്ങിച്ചവര് അവര് ഇടപാട് തീരുല്ല, കട്ടയും പടം. എനിക്ക് ഈ സ്വർണ്ണ ഇഡ്ഡലി കണ്ടില്ല, ഇതൊക്കെയാണ്. അതെന്തോ സാധനം അത്? ഇതൊരു ഗൂഢോത്രം എന്നല്ല, പലരും വിചാരിക്കുന്നത് എന്തോ ഗൂഢോത്രമാണെന്ന്. ഒന്നുമില്ല, ഒരു ഹാബിറ്റ്. ഇങ്ങനെ വലിച്ചാ വലിയും. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് വലിച്ചുകൊണ്ടിരിക്കുക ഒരു ഹാബിറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ കയ്യിലൂടെ ഇടായിരുന്നത് പോലെ ഇല്ല, ഒരു കയ്യിലല്ലേ വലിക്കാൻ പറ്റില്ല ഒരു സമയത്ത്. അതാണ് പ്രശ്നം. ബോബിയുടെ വിനോദങ്ങളൊക്കെ വളരെ വിചിത്രമായിരിക്കുന്നു. ഓക്കെ, നമ്മുടെ കുട്ടേട്ടൻ എന്തോ പറയുന്നു, ഓർമ്മയുണ്ടല്ലോ ഈ മനുഷ്യനെ? നമ്മുടെ ഗഡിയല്ലേ? നമസ്കാരം ബോച്ചെ, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? ഭയങ്കര സുഖമാണ്. താങ്കളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് കുട്ടേട്ടൻ അന്വേഷിക്കുന്ന സമയത്ത് താങ്കൾക്ക് 3ാം ക്ലാസ്സിൽ വെച്ച് 2 പ്രണയമുണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അതാണ് കുട്ടേട്ടൻ ഈ 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായം 7-8 വയസ്സാണ്. 7-8 വയസ്സായി കാണും. ബോബിയുടെ അന്ന് ഒറിജിനൽ പേര് എന്തുവായിരുന്നു സ്കൂൾ രജിസ്റ്ററിൽ? ബോബി അല്ല, എന്തോ വേറെ എന്തോ ഒരു ബോബി അങ്ങനെ തന്നെ. പിന്നെ ബോബി ചെമ്മണ്ണൂരായി. ഇപ്പൊ ബോച്ചെ, ബോബിയുടെ ബോച്ചെ നോട്ട് പീച്ചെ. അല്ല പീച്ചെ അല്ല, ആകെ ബോബിയുടെ ചെമ്മണ്ണൂരിന്റെ ചേ. അപ്പൊ ഞാൻ പറയും കളിയാക്കി വിളിച്ചല്ലേ? അല്ല, ഫാൻസ് കുറെ മുമ്പ് വിളിച്ചതാണ്. വിളിച്ച് അങ്ങനെ ആയിപ്പോയി. അപ്പൊ എന്ന് മാത്രം വിളിക്കരുത്, എന്ന് മാത്രം വിളിക്കരുത്, എന്ന് വിളിക്കരുത്. 3ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. അതായത് പ്രണയമായിരുന്നോ എന്ന് എനിക്കറിയില്ല. പെൺകുട്ടികളുണ്ട്, മിക്സഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് 2 പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാക്കിയുള്ളവർ ഇഷ്ടമാണ്, ഇതുവരെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോ ഞാൻ സ്നേഹം വരുമ്പോ അവരെ കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് അത് അത്ര ഇഷ്ടമല്ല. അവര് കൈ പിടിച്ചൊക്കെ ഇങ്ങനെ നടക്കും. അപ്പൊ ഞാൻ പറയാം, അപ്പൊ അവര് ബോബിക്ക് സ്നേഹം വന്നാൽ സൂക്ഷിക്കണം പെൺകുട്ടികൾ. അത് മോശമായിട്ടല്ല, ഫ്രണ്ട്സ് അല്ലേ, ഉമ്മ കൊടുക്കുക നമ്മുടെ ഒരു ഇതാണ്. ഇപ്പൊ ഈ കാലത്തൊക്കെ ഉണ്ടല്ല, ഞാൻ അന്ന് ചെയ്തു. ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിൽ. ഇപ്പൊ കണ്ട ഹഗ് ചെയ്യാ, സായിപ്പ്മാരൊക്കെ കെട്ടിപ്പിടിക്കാം. നാട്ടുമ്പുറത്തുള്ളവർക്ക് ഹഗ് ചെയ്യാം. അതെ, സായിപ്പ് നമുക്കൊരു വഴി കാണിച്ചു. ഞാൻ അന്ന് ചെയ്തത് ഇപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത്. ഞാൻ അന്നും കെട്ടിപ്പിടിക്കാൻ ഉമ്മ വയ്ക്കാം. പക്ഷെ ഇവർക്ക് കൈ പിടിച്ച് നടക്കാനും ഇഷ്ടം. ഞാൻ പറഞ്ഞു, കൈ പിടിച്ചാ പോരാ, എനിക്ക് ഉമ്മ വെക്കണം എന്ന് പറയും. അപ്പൊ അതൊക്കെ അന്ന് മോശമായി കണ്ടതൊക്കെ ഇപ്പൊ ഇന്ന് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ആൾക്കാർക്ക്. ഇന്റർനാഷണൽ ആയിട്ട്. അതെ എന്നിട്ട് ആ പെൺകുട്ടികളെ ഇപ്പോഴും പിന്നെ കണ്ടിട്ടുണ്ടോ അവര്? പിന്നെ കണ്ടിട്ടുണ്ട്. LED നോക്കൂ, ബോബിയുടെ പഴയ ഒരു കാമുകയെ കാണിച്ചു തരാം. അതും വന്നോ? ഇത് ഏത് കാലഘട്ടം? എങ്ങനെയുണ്ട് ഇത്? കൊള്ളാല്ലേ? അടിപൊളി. ചിന്മയ കോളേജിൽ പഠിക്കുന്ന കാലം ഏതാണ് ഇതിനകത്ത്? ഇത് സ്കൂളാണ്. ഇതാ 3ാം ക്ലാസ് 4ാം ക്ലാസ് സമയം. എനിക്ക് മനസ്സിലായി. ഹിപ്പി പഴയ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. 3ാം ക്ലാസ് തന്നെ. മറ്റേ ഇത് ഹമ്മറിന്റെ മുകളിൽ ഇരിക്കുന്നത്. ഈ ഇത് കോളേജ് കഴിഞ്ഞ സമയം. ബോബി കോളേജിൽ പോകുമ്പോഴേ, ആ ചിന്മയ കോളേജാണല്ലോ തൃശ്ശൂർ. ഈ കോളേജിൽ പോകുന്ന സമയത്ത് ബോബിക്കും പ്രിൻസിപ്പലിനും മാത്രമേ കാർ ഉണ്ടായിരുന്നു, കാറിൽ വരാറുള്ളായിരുന്നു. അത് വലിയ കഥയാ. എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി. ഞാൻ മോശമായിട്ടല്ല, എന്നോടുള്ള അസൂയ. അല്ലല്ല, മോശമായിട്ടല്ല. 2 കാര്യമാണ് പ്രധാനമായിട്ട് എന്നോട് അസൂയ. ഒന്ന്, അവിടെ 2 പേരാണ് കാറിൽ വരുന്നത്. ഒന്ന് പ്രിൻസിപ്പളും ഒന്ന് ഞാനും. അത് തന്നെ വലിയ പ്രശ്നം. പിന്നെ ഒരു കാര്യം പോയ പോരായിരുന്നു. അവര് സമ്മതിക്കില്ല. പിന്നെ 2, അവരൊക്കെ മിക്കവാറും ദിവസം ക്ലാസ്സിൽ വരും, ടീച്ചർമാരൊക്കെ. ഞാൻ എല്ലാ ദിവസം പോവില്ല. അപ്പൊ അതിലും അസൂയാണ്. കാരണം അവർക്ക് എല്ലാ ദിവസം പറഞ്ഞു. അല്ല, അതുകൊണ്ട് എനിക്ക് എന്നെ പുറത്താക്കിയവര് പുറത്താക്കി. വേറെ ഒന്നല്ല, ഈ അസൂയ, ഈ ദിവസം ക്ലാസ്സിൽ വരില്ല. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ അറിവുണ്ട്, പ്രാക്ടിക്കലാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി തുടർന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞു. അതാണ്. ഈ വിസിറ്റിംഗ് പ്രൊഫസർ അല്ല, വിസിറ്റിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. വിസിറ്റിംഗ് സ്റ്റുഡന്റ് ഡ്രോപ്പ് ഔട്ട് ആണ്. പക്ഷെ ഈ ഡ്രോപ്പ് ഔട്ടുകാരനെ ഈ നാട്ടിലെ പിള്ളേരെല്ലാം വിദ്യാഭ്യാസം ചെയ്യിക്കാൻ തീരുമാനിച്ചിട്ട് MBA-ക്കൊക്കെ ക്ലാസ് എടുത്തു തുടങ്ങിയല്ലോ. ഞാൻ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് കോളേജുള്ളത്. അത് അവർക്ക് അന്ന് മനസ്സിലായി. ബോബി പഠിപ്പിച്ചവരും വല്ല നേരെയായോ? എന്നോട് ചോദിച്ചല്ലോ. പിന്നെ പഠിപ്പിച്ചവരൊക്കെ എവിടെ അല്ല നേരെയായോ? പിന്നെ എത്രയോ പേര് എന്റെ സോഷ്യൽ മീഡിയയിലൂടെ സാക്ഷ്യം പറയുന്നു. പ്രാക്ടിക്കലാ. അപ്പൊ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ ബോബി ചെമ്മണ്ണൂർ പഠിപ്പിച്ച വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്നെ യഥാവിധം അറിയിക്കണം. ഞാൻ യഥാവിധ വിധത്തോട് പിന്നീട് ചോദിക്കും എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ. ഓക്കെ ബോബി, ഈ MBAക്കൊക്കെ ബോബി എന്തുവായി കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നത് ജ്വല്ലറി തുടങ്ങണമെന്നാണോ അതോ അല്ല, സക്സസ് ആണ് എന്റെ മൈൻഡ് സെറ്റ്. സക്സസ് വിജയം? അതിന്റെ വിജയം മുദ്രാവാക്യം മാത്രമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതെ, പരാജയം എങ്ങനെ, വിജയം എങ്ങനെ. പരാജയം പഠിപ്പിച്ചിട്ട് വിജയം പഠിപ്പിക്കും. കാരണം ഞാൻ എന്റെ പരാജയം എക്സ്പ്ലെയിൻ ചെയ്യും, എന്റെ വിജയം എക്സ്പ്ലെയിൻ. എവിടെയാ ബോബി പരാജയപ്പെട്ടത്? സ്റ്റാർട്ടിങ് ബിസിനസ്സിലൊക്കെ, സ്റ്റാർട്ടിങ്ങില് 90s തുടങ്ങി കഴിഞ്ഞപ്പോ അന്ന് 1 വർഷം ആയപ്പോഴേക്കും എന്റെ ഫാദർ പറഞ്ഞു, മോനെ കച്ചവടമൊക്കെ ഇഷ്ടപ്പെട്ടു, മോൻ പൂട്ടിയിട്ട് തൃശ്ശൂർക്ക് പോരെ, കോഴിക്കോട്. കോഴിക്കോട് എന്റെ ആദ്യം അത് പൂട്ടി. അല്ല, പൂട്ടിയില്ല, പൂട്ടാറായി. അപ്പൊ തിരിച്ചു എത്ര ദിവസമായി പൂട്ടലിന്റെ? 1 വർഷമായപ്പോഴേക്കും കച്ചവടം ഇഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, മോനെ പോരെ പറഞ്ഞു. പരാജയം MBA സ്റ്റുഡൻസിന് മുമ്പിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ എന്താണ് അതിന് സംഭവിച്ചത്? കസ്റ്റമറിന് നമ്മളെ മനസ്സിലായോ, നമുക്ക് കസ്റ്റമറെ മനസ്സിലായോ? അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഈ ഫോളോ അപ്പ് കുറവായിരുന്നു എനിക്ക്. പിന്നെയാണ് ഈ ഫോളോ അപ്പ് എന്നുള്ള കാര്യം മനസ്സിലായത്. ഫോളോ അപ്പ് എന്ന് വെച്ചാൽ വാട്ട് യു മീൻ? അതായത് നമ്മൾ ഒരു കാര്യം നടക്കുന്നത് വരെ 100% കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നടക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്താൽ കിട്ടിയിരിക്കും, അതാണ്. പക്ഷെ അന്നൊക്കെ എൻ്റെ ഒരു വിശ്വാസം 3 പ്രാവശ്യം ശ്രമിക്കുള്ളൂ. 1 ഒത്താൽ 3 ഒക്കും, 3 ഒത്തില്ലെങ്കിൽ പോയി, പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്നായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് 3 അല്ല 30 അല്ല 300 ആയാലും ഫോളോ അപ്പ് ചെയ്താൽ, ശ്രമിച്ചാൽ നടന്നിരിക്കും. അംബാനി ആരാ? എന്തായിരുന്നു? ധീരുഭായ്. ശക്തമായിട്ട് റോട്ടിൽ നിന്ന് സ്വപ്നം കണ്ടു, ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാവുമെന്ന്. കയ്യിൽ ക്യാപിറ്റൽ ഒന്നുമില്ലാതെ, ഒരു പൈസ ഒന്നുമില്ലാതെ. അപ്പൊ നമുക്ക് ഈ ബ്രാൻഡും അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ വൈ നോട്ട് എന്നതാണ്.